നമസ്തേ. നമ്മളിന്ന് ധനുമാസ ഫലങ്ങളാണ് പറയുന്നത്. ഈ വീഡിയോയിൽ ധനുക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ളവരുടെ കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 വീഡിയോയിൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കാണാം. അപ്പോൾ ധനുമാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെയുള്ള സമയമാണ്. അപ്പോൾ ആദ്യം ധനുക്കൂറുകാരുടെ കാര്യം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂർ. അവർക്ക് ഈ ധനുമാസത്തിൽ തൊഴിൽ രംഗത്ത് നഷ്ടങ്ങൾ, മേലധികാരികളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായതിനാൽ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് പല വൈഷമ്യങ്ങളും അനുഭവിക്കുന്ന സമയമാണ്. ബന്ധുക്കളൊക്കെ ആയിട്ട്, സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സമയമാണ്. കുടുംബത്തിലൊരു സമാധാനക്കുറവ് അനുഭവപ്പെടുന്ന സമയമാണ്. മക്കൾ അനുകൂലമായിരിക്കില്ല. ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മ ഉണ്ടാകുമെങ്കിലും വായു സംബന്ധമായ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടിരിക്കും. ജീവിത പങ്കാളിയായിട്ട് ബന്ധപ്പെട്ട് ചില ധനപരമായ നഷ്ടങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല, ശ്രദ്ധിക്കുക. ഭാഗ്യക്കുറവുണ്ടാകുന്ന സമയമാണ്, ദൈവാധീനക്കുറവുണ്ടാകുന്ന സമയമാണ്. എങ്കിലും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകൾക്ക് യോഗമുള്ള സമയമാണ്. വിവാഹാദി കാര്യങ്ങളൊക്കെ മന്ദഗതിയിലാണ് നടക്കുള്ളൂ. അടുത്ത മകരക്കൂറുകാരുടെ ധനുമാസത്തെ ഫലം ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള സമയമാണ് ധനുമാസം എന്ന് പറയുന്നത്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറുകാരുടെ കാര്യമാണ് ധനുമാസ ഫലങ്ങൾ. തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. ധനപരമായിട്ട് അനുകൂലമാണ്. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും, അത് ശ്രദ്ധിക്കുക. മറ്റുള്ളവരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്, ശ്രദ്ധിക്കുക. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. കുടുംബ സ്വസ്ഥത കുറയുന്ന സമയം. മനസ്സെപ്പോഴും അകാരണമായിട്ട് അസ്വസ്ഥത ഉണ്ടാകും. രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജീവിത പങ്കാളിയായിട്ട് കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഈശ്വരാധീനമൊക്കെ ഉള്ള സമയമാണ്. മാതാപിതാക്കൾക്കും അത്ര അനുകൂലമായിരിക്കില്ല. മാതാപിതാക്കളും അനുകൂലമായിരിക്കില്ല. യാത്രകൾക്ക് യോഗമുള്ള സമയമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ വരാം. ഭൂമി സംബന്ധമായിട്ട് നഷ്ടങ്ങൾ വരാവുന്ന സമയമാണ്. അടുത്തത് കുംഭക്കൂറുകാരുടെ ധനുമാസത്തെ ഫലങ്ങൾ ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെ. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരിട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ധനുമാസത്തിൽ നടക്കില്ല. തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽ മാറ്റങ്ങൾ ഇതൊക്കെ സംഭവിക്കാവുന്ന സമയം. ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായിരിക്കില്ല അത്ര. മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കരുത്. കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. എങ്കിലും മക്കൾ അനുകൂലമായിരിക്കും. അവർ മൂലം പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഉദരരോഗം, നേത്രരോഗം, അലർജി സംബന്ധമായ രോഗങ്ങൾ നിമിത്തം ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. യാത്രകൾ അത്ര അനുകൂലമായിരിക്കില്ല. ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കാവുന്ന സമയമാണ്. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. അടുത്തത് മീനക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ. പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതിയാണ് മീനക്കൂറ്. ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള ധനുമാസത്തിലെ ഫലങ്ങൾ. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും മാനസിക അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരും. ആരോഗ്യകാര്യങ്ങൾ ചെറിയ രീതിയിൽ മെച്ചപ്പെടും. മക്കളിൽ നിന്ന് ചില മനപ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുള്ള സമയമാണ്. കുടുംബത്തിലാണെങ്കിൽ സ്വസ്ഥത കുറയും, സമാധാനം കുറയും. മാതാപിതാക്കളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് അകന്നു നിൽക്കേണ്ടി വരാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സുഹൃത്തുക്കൾ വഴി പല മാനസിക പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക. ഒരു ഭാഗ്യമില്ലാത്ത സമയമാണ്, ദൈവാധീനവും ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രാകാര്യങ്ങളിൽ അത്ര അനുകൂലത ഉണ്ടാവില്ല. അനാവശ്യ ചിലവുകൾ ഉണ്ടാകും. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല,
നക്ഷത്രത്തെ ആസ്പദമാക്കി ചാരവശാലുള്ള വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഫലമാണ്. അതറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും